ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു ഡ്രീം ക്യാച്ചർ DC മീഡിയ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ അതിൽ ഐറ്റം ചെയ്യുന്നത്, നമ്മൾ ഈ വണ്ടിയുടെ തന്നെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ റിവ്യൂ അതുപോലെ തന്നെ വണ്ടിയുടെ റിവ്യൂ എല്ലാം ചെയ്തതാണ്. ഇനി നമ്മൾ ഈ ഒരു സ്പോർട്സ് സെഗ്മെന്റിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ 0 to 100 നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇത്രയും കാലമായിട്ട് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ലൈവായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ അതിന് മുന്നേ ഇതിന്റെ പവർ പറയുകയാണെങ്കിൽ 1000cc 3 സിലിണ്ടർ ടർബോ എഞ്ചിനാണ് ഇത് വരുന്നത്. 120 bhp അതുപോലെ തന്നെ 173 Nm ടോർക്കും വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ നമ്മൾ ഇത് റോഡിലേക്ക് എടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ടൈമർ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന്റെ റിവ്യൂവിന്റെ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഒന്നുകൂടി കേട്ടോക്കാം. എടാ ഒന്ന് ചവിട്ടിയാ. അപ്പൊ ഇതാ നമ്മൾ വണ്ടി കയറി ഇരുന്നിട്ട് ഞാൻ ബാക്കിലാണ് ഇരുന്നുള്ളത്. ഫോൺ ഉണ്ടോ? ടൈമർ സെറ്റ് ചെയ്യട്ടെ. വേറൊരു ഫോൺ എടുത്തിട്ട് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തുറക്കടാ. തുറന്നു. ടൈമർ സെറ്റ് ചെയ്തിട്ട് ക്ലോക്ക് സ്റ്റോപ്പ് വാച്ച്. അപ്പോൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. റോഡ് മേൽ എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയുടെ റോഡിലേക്ക് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് റോഡൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി നിൽക്കുകയാണ്. ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ഇതാണ് റെസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ റോഡിൽ തിരക്കുണ്ടാവുന്ന വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് സ്ട്രൈറ്റ് ആണ്, പക്ഷേ ഇത് തിരക്കുണ്ട്. നോക്കാം, ഞാൻ കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ കയറ്റുന്നുണ്ട്, വണ്ടി റോഡിലേക്ക് കയറ്റുന്നുണ്ട്. വണ്ടി ക്ലിയർ ആകുമ്പോൾ ഒന്ന് പറയണേ. ആ ലോറിയും കൂടി പോട്ടെ. ഇത് നമ്മളെ ഫസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ആദ്യം റോഡിലേക്ക് കയറ്റുവാണ്. 3 തവണ നമുക്ക് നോക്കി നോക്കാം എത്ര കിട്ടുമെന്ന്. ഇതിന്റെ കമ്പനി പറയുന്നത് 10.66 സെക്കൻഡ് ആണ്. ഇത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്ത് വണ്ടി. ഇത് നമ്മൾ ഇതാ 0ലേക്ക് എത്തിയിട്ടുണ്ട്. സ്പീഡ് മീറ്റർ 0 എത്തുന്നുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ. ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. 90, 95, 96, 97, 100 എത്തിയിട്ടുണ്ട്. 16 സെക്കൻഡാണ് നമുക്ക് ടൈം കിട്ടുന്നത്. നമ്മുടെ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ 16 സെക്കൻഡ് ആണ് കിട്ടിയിട്ടുള്ളത്. 16 സെക്കൻഡ് ജസ്റ്റ് നിർത്തി. ഇത് നമ്മൾ അടുത്ത നിർത്തുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട്. ഓക്കെ, ഇതാ നിർത്തിയിട്ടുണ്ട്. റോഡൊന്ന് ക്ലിയർ ആയതിനു ശേഷമാണ് എടുക്കുന്നത്. റോഡ് ക്ലിയർ ആണോ? തുടങ്ങല്ലേ? അപ്പൊ തുടങ്ങി. ഇതാ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്, 80, 88, 13 സെക്കൻഡ്, 101 എത്തുമ്പോഴത്തേക്ക് ഏകദേശം 18 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ടൈം കിട്ടുന്നില്ല. 10.66 ആണ് കമ്പനി പറയുന്ന ടൈം. പക്ഷെ നമുക്ക് 16, 18 കിട്ടുന്നത്. ഇനി കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയ സ്ഥലമുണ്ട്, കുറച്ചും കൂടി മുന്നോട്ട്. അവിടെയും കൂടി ഒന്ന് ട്രൈ നോക്കാം. 3ാമത്തെ ട്രൈ അതുകൂടി നോക്കി നോക്കാം, എന്നിട്ട് പറയാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് പറയാം. അപ്പൊ ഇതാ നമ്മൾ 2 അറ്റംപ്റ്റിൽ 18 കിട്ടിയത്. ഇതാ 3ാമത്തെ അറ്റംപ്റ്റ് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങിക്കോ. നമ്മൾ നേരത്തെ ട്രാക്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇപ്പൊ ട്രാക്ഷൻ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, 13 സെക്കൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഡേഞ്ചർ ആട്ടോ ഭയങ്കര. ട്രാക്ഷൻ ഓഫ് ആക്കുമ്പോൾ 13 സെക്കൻഡിലാണ് ഇടുന്നത്. ട്രാക്ഷൻ ഓൺ ആക്കിയിട്ട് 16ഉം 18ഉം ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാ ഫസ്റ്റ് ഗിയറിൽ ഇടുന്നുണ്ട്. അതിലൊരു ബൈക്ക് പോകുന്നുണ്ട്. പോട്ടെ. ടൈമർ ഓൺ ആണോ? ഓൺ ആക്കിയില്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ. ആ 100 111 എത്തി. എത്ര എത്തിന്? 12.60. ടൈം കുറഞ്ഞു ചെയ്യുന്നുണ്ടല്ലേ? ട്രാക്ഷൻ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ട്രാക്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ 18 സെക്കൻഡും 16 സെക്കൻഡും കിട്ടിയത്. ട്രാക്ഷൻ ഓഫ് ആക്കിയപ്പോൾ നമുക്ക് 12, 13ലേക്ക് എത്തിയിട്ടുണ്ട്. 12 എന്ന് പറയുമ്പോൾ 10.66 ആണ് കമ്പനി പറയുന്നത്. അതായത് 11 സെക്കൻഡ്. ഏകദേശം 12 സെക്കൻഡ് ചെറിയ മാറ്റേ ഉള്ളൂ. ഏകദേശം ആ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രാക്ഷൻ ഓഫ് ആക്കുമ്പോൾ നല്ലൊരു പുള്ളിങ്ങിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഗിയർ കുറച്ചും കൂടി സ്മൂത്ത് ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഇത് പിടിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ഓടിക്കുമ്പോൾ തോന്നില്ല. ഏകദേശം ഒരു കുറച്ചും കൂടി ഫസ്റ്റ് ഒന്ന് ടൈമിങ് വരുന്നുണ്ട്. അതൊന്ന് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു 8 സെക്കൻഡ് കൊണ്ട് 9 സെക്കൻഡ് കൊണ്ട് പിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. 110, 119 എത്തിയിപ്പോ. അപ്പൊ ഇതാണ് i20 N-Lineന്റെ 0 to 100 ടെസ്റ്റ് ഉള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലോ എന്നുള്ള കാര്യം ഒന്ന് കമന്റിൽ ഇടുവാണെങ്കിൽ ഇനി നമുക്ക് ഇതേപോലെയുള്ള കുറെ എക്സ്പീരിമെന്റുമായിട്ട് ഇറങ്ങാന്നുള്ള ഒരു പരിപാടിയിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റിൽ ഇടുക. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ എക്സ്പീരിമെന്റുമായിട്ട് ഇറങ്ങാം.
അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ 0 to 100 ചെക്ക് ചെയ്തിട്ടുണ്ട്. ട്രാക്ഷൻ ഇട്ടിട്ട് നോക്കുവാണെങ്കിൽ 18 ഏകദേശം 16 സെക്കൻഡ് വരെ നമുക്ക് കിട്ടി. ട്രാക്ഷൻ ഇടാതെ നോക്കിയപ്പോൾ 12 സെക്കൻഡ് 13 സെക്കൻഡ് ആ രീതിയിലാണ് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നത്. പക്ഷേ ട്രാക്ഷൻ ഇടാണ്ടൊന്നും ആരും അങ്ങനെ ഇത് കേട്ടില്ല. പക്ഷേ കമ്പനി പറയുന്ന പ്രകാരം നോക്കുവാണെങ്കിൽ 10.66 സെക്കൻഡാണ് ചെറിയ മറ്റേ വന്നിട്ടുള്ളൂ. പിന്നെ ഇത് മാത്രമല്ല അവരെ കണ്ടീഷൻസ് കൂടുതൽ വരും. അപ്പോൾ i20 N-Lineന്റെ 0 to 100ന്റെ വീഡിയോ ഇത്രയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുത്തത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.